തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി.ജെ.പിയുടെ അഭിമാനമായിരുന്ന പന്തളം നഗരസഭാ ഭരണം നഷ്ടമായി. ശബരിമല വിവാദം ശക്തമായ പ്രചാരണ വിഷയമായിട്ടും എൻ.ഡി.എ മുന്നണിയെ പന്തളം കൈവിടുകയായിരുന്നു. ശബരിമല വിവാദം ശക്തമായ പ്രചരണ വിഷയമായിട്ടും അയ്യപ്പന്റെ നാടുകൂടിയായ പന്തളത്തെ ഭരണം നിലനിർത്താൻ ബി.ജെ.പിക്ക് ആയില്ല. എൽ.ഡി.എഫും യു.ഡി.എഫിനും നഗരസഭയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഭരണത്തിലിരുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 14 സീറ്റിൽ വിജയിച്ച എൽ.ഡി.എഫ് പന്തളം നഗരസഭയുടെ ഭരണം ഉറപ്പിച്ചു. 11 സീറ്റുകളിൽ വിജയിച്ച യു.ഡി.എഫ് മുഖ്യ പ്രതിപക്ഷമായി. 9 സീറ്റ് മാത്രം നേടിയ ബി.ജെ.പിയും പ്രതിപക്ഷത്തിരിക്കും. അതേസമയം അടൂരിലും പത്തനംതിട്ടയിലും ഭരണത്തിലിരുന്ന എൽ.ഡി.എഫിന് രണ്ടിടത്തും ഭരണം നഷ്ടപ്പെട്ടു. 3 മുനിസിപ്പാലിറ്റികളിലും യു.ഡി.എഫ് ഭരണം പിടിച്ചു. അടൂരിൽ 29 സീറ്റുകളിൽ 11ഇടത്ത് യു.ഡി.എഫ് വിജയിച്ചു. 7ഇടത്ത് ജയിച്ച എൽ.ഡി.എഫും 3ഇടത്ത് എൻ.ഡി.എയും ജയിച്ചു. നഗരസഭാ ഭരണം യു.ഡി.എഫ് ഉറപ്പിച്ചു. പത്തനംതിട്ട നഗരസഭയിൽ 33 സീറ്റിൽ കേവല ഭൂരിപക്ഷമായ 17 സീറ്റും നേടി യു.ഡി.എഫ് വിജയിച്ചു. എൽ.ഡി.എഫ് 12 സീറ്റിൽ വിജയിച്ചു. പത്തനംതിട്ടയിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. തിരുവല്ല നഗരസഭയിൽ 18 സീറ്റിൽ ജയിച്ച യു.ഡി.എഫ് ഭരണം ഉറപ്പിച്ചു. 11 സീറ്റുമായി ഇവിടെ എൽ.ഡി.എഫ് രണ്ടാമതായി. എൻ.ഡി.എക്ക് ഇവിടെ 7 സീറ്റാണ് നേടാനായത്. ന്യൂസ് ഡെസ്ക്